അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കയുടെ ഒരു മൂലയിൽ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റേത് പിന്നെ പറയണ്ടല്ലോ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോടൊത്തിരുന്നാൽ പിന്നെ സിദ്ദീഖ് തങ്ങൾക്ക് സമയം പോകുന്നത് അറിയ പോലുമില്ല. അതിലോരോ നിമിഷവും അത്രയും മനോഹരായിരിക്കും. നബിയും സിദ്ദീഖ് തങ്ങളും സംസാരിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പെട്ടെന്നാണ് ഒരു അറാബിയുടെ രംഗപ്രവേശനം. വന്ന് നിന്നതും അറാബി നേരെ സ്വിച്ചിട്ട പോലെ ഓരോന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പാവം സിദ്ദീഖ് തങ്ങള് അത് കേട്ട് അവിടെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. തനിക്ക് സിദ്ദീഖ് തങ്ങളെ കുറിച്ച് തോന്നിയ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ആനക്കാരാക്കിയിട്ട് ഈ അറാബി ഇങ്ങനെ സിദ്ദീഖ് തങ്ങളെ പറഞ്ഞോണ്ടേയിരുന്നു. സിദ്ദീഖ് തങ്ങൾക്ക് സത്യം പറഞ്ഞത് സഹിക്കുന്നുണ്ടായിരുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ ഒരാളുടെ മുമ്പിൽ വെച്ചാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അറാബി തന്നെ ഇങ്ങനെ എഴുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുണ്യ നബി അടുത്തുണ്ടായതുകൊണ്ട് സിദ്ദീഖ് തങ്ങള് മൗനിയായി തന്നെ ഇരുന്നു. അറാബി നിർത്തുന്നു. അറാബി വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് ഒന്നും മിണ്ടാതെ ഈ രംഗം ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നോക്കിയത്. അറാബി ഓവറായപ്പോ മിണ്ടാതിരിക്കുന്നതിനുള്ളിൽ ഒരു പരിധി എന്ന് കരുതി സിദ്ദീഖ് തങ്ങള് അറാബിക്ക് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയതും പുണ്യ നബിയുടെ മുഖഭാവം മാറി. ആ പുഞ്ചിരി മാഞ്ഞു. മറ്റെവിടേക്കോ എന്ന മട്ടിൽ പെട്ടെന്ന് നബി അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്ര തിരിച്ചു. നബി അങ്ങനെയൊക്കെ ചെയ്തപ്പോ സിദ്ദീഖ് തങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്ത് പറ്റി? എന്തിനാ നബി അവിടെ നിന്ന് എഴുന്നേറ്റത്? ഇനിയിപ്പോ എൻ്റെ ഭാഗത്ത് വല്ല മിസ്റ്റേക്കും സംഭവിച്ചോ? സിദ്ദീഖ് തങ്ങൾക്ക് സങ്കടായി. അറാബിയോട് ബായ് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ നബിക്ക് പിന്നാലെ ഓടിച്ചെന്ന് നബിയുടെ അരികിലെത്തി നിന്നു. എന്നിട്ട് സങ്കടവും സംശയവും ഒക്കെ നിറഞ്ഞ സ്വരത്തിൽ നബിയോട് ചോദിച്ചു, നബിയെ, എന്തിനാ നബിയെ അങ്ങ് അവിടെ നിന്ന് എഴുന്നേറ്റു പോയത്? എൻ്റെ അടുത്ത് വല്ല വീഴ്ചയും സംഭവിച്ച നബിയെ? പറയ് നബിയെ. തൻ്റെ മുമ്പിൽ ദുഃഖിതനായി നിൽക്കുന്ന തൻ്റെ ആത്മമിത്രമായ സിദ്ദീഖ് തങ്ങളുടെ തോളിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നബി പറഞ്ഞു, സിദ്ദീഖ്, അങ്ങ് എത്ര നേരം ആ അറാബിയുടെ വാദങ്ങൾക്ക് മുമ്പിൽ മൗനിയായിരുന്നോ? അത്രയും സമയം അങ്ങേക്ക് വേണ്ടി ഒരു മലക്ക് അവനോട് വാദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങ് അവനെപ്പോലെ തിരിച്ചു വാദിക്കാൻ തുടങ്ങിയതും ആ മലക്കിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ഇബ്ലീസ് കടന്നു വന്നു. അങ്ങയുടെ വാദങ്ങൾക്ക് മൂർച്ചം കൂട്ടാനും അറാബിയെ വാദിച്ച് തോൽപ്പിക്കാനും ഇബ്ലീസ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇബ്ലീസ് ഇരിക്കുന്നിടത്ത് എനിക്ക് സ്ഥാനമില്ല സിദ്ദീഖ്. അതാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. സോഷ്യൽ മീഡിയകളിലോ മറ്റു പബ്ലിക്കായ സ്ഥലങ്ങളിലോ നമ്മെയോ അല്ലെങ്കിൽ നമ്മൾ അനുകൂലിക്കുന്ന വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ ഒരടിസ്ഥാനവുമില്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ടോ ഹെയ്റ്റ് കമൻറ്റുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും വല്ലവനും വന്ന് വഷളാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നീ മനോഹരമായി മൗനം പാലിച്ച നിനക്ക് വേണ്ടി വാദിക്കാൻ റബ്ബൊരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കണമെന്നില്ല. എല്ലാ പരിഹാസങ്ങളെയും വാദിച്ച് ജയിക്കണമെന്നില്ല. കാരണം അവിടെ നിന്നെ ഇബ്ലീസ് നിയന്ത്രിച്ചു തുടങ്ങും. സംടൈംസ് ബീയിങ് സൈലന്റ് ഈസ് നോട്ട് ഫെയിലിയർ, ഇറ്റ്സ് എ സ്ട്രാറ്റജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.